ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഈസിയുമായ ബേക്കറി സ്റ്റൈൽ ഹണി കേക്ക് ആണ്. ഇത് നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വീട്ടിൽ വളരെ ഈസിയായി ചെയ്തെടുക്കാം. ഞാൻ പ്രഷർ കുക്കറിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു സിനമൺ കേക്ക് പ്രഷർ കുക്കറിൽ ചെയ്തിരുന്നു, അതെല്ലാവരും കണ്ടു നോക്കുക. ഈ കേക്ക് ഉണ്ടാക്കുന്ന വിധവും ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ 1.5 കപ്പ്, പുളിയില്ലാത്ത കട്ടത്തൈര്, പഞ്ചസാര പൊടിച്ചത്, വെജിറ്റബിൾ ഓയിൽ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്. ആദ്യമായി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലവർ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചതിലെ കട്ടയെല്ലാം കളയണം. അരിച്ചെടുത്ത പൊടി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് തൈരും പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നല്ലതുപോലെ അടിച്ചു മയപ്പെടുത്തണം. തൈരും പഞ്ചസാര നല്ലതുപോലെ അടിച്ച് മയപ്പെടുത്തിയതിന് ശേഷം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. അടിച്ചെടുത്ത മിശ്രിതം ഒരു 3-4 മിനിറ്റ് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. 3-4 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഓയിലും വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് മാവ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മാവ് വീതം ഓരോ പ്രാവശ്യമായി പതുക്കെ ഫോൾഡ് ചെയ്ത് യോജിപ്പിക്കണം. ബാക്കിയുള്ള മാവും ഇതുപോലെ ഇട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. മാവ് കൂടുതൽ തിക്കാണെന്ന് തോന്നിയാൽ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ മാവെല്ലാം മിക്സ് ചെയ്ത് ബാറ്റർ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കേക്ക് ടിൻ എടുക്കാം. റൗണ്ട് ഷേപ്പിലുള്ളതോ സ്ക്വയറോ ഉപയോഗിക്കാം. അതിലേക്ക് കുറച്ച് എണ്ണയോ ബട്ടറോ തടവി കൊടുക്കാം. അതിന്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ ഷേപ്പിൽ വെട്ടിയത് ഇട്ട് കൊടുക്കണം. ഇനി പാനിലേക്ക് കേക്ക് ബാറ്റർ ഇട്ട് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്യണം. അതിനുശേഷം കേക്കിന് ഇങ്ങനെ പതുക്കെ ഒന്ന് കൊട്ടിക്കൊടുക്കണം. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് കേക്ക് പാൻ വെക്കാൻ പാകത്തിനുള്ള ഒരു പ്രഷർ കുക്കറോ ചൂട് കട്ടിയുള്ള പാനോ ചൂടാക്കാം. ഇതിലേക്ക് 1 കപ്പ് ഉപ്പുപൊടി ഇട്ട് കൊടുക്കണം. ഉപ്പുപൊടി നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി കുക്കറിലേക്ക് ഒരു സ്റ്റാൻഡോ പ്ലേറ്റോ വെച്ച് കൊടുക്കണം. കേക്കിന് നേരിട്ട് കുക്കർ മുട്ടാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി കുക്കർ മൂടണം. കുക്കർ മൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുക്കറിന്റെ ഗാസ്കറ്റ് അഥവാ റബ്ബർ ഒന്നും ഉപയോഗിക്കരുത്. പിന്നെ കുക്കറിന്റെ വെയിറ്റ് ഉപയോഗിക്കരുത്. കുക്കർ മൂടി ഒരു ഹൈ ഹീറ്റിൽ 2 മിനിറ്റ് ചൂടാക്കണം.
2 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് ഇതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കണം. കേക്ക് ടിൻ വെക്കുമ്പോഴത്തേക്കും ഒരു ഹോൾഡർ ഉപയോഗിച്ച് വേണം വെക്കാൻ. കുക്കർ ചൂടായിരിക്കും, അപ്പൊ കൈ പൊട്ടിക്കഴിഞ്ഞാൽ പൊള്ളും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കേക്ക് ടിൻ വെച്ചതിന് ശേഷം മൂടി മീഡിയം ചൂടിൽ 5 മിനിറ്റ് വെക്കണം. പിന്നെ ചെറിയ ചൂടിൽ വെച്ച് 40-45 മിനിറ്റ് വേവിക്കണം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പതുക്കെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഒരു കത്തിയോ സ്ക്യൂവർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം. നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. കേക്ക് പാകമായിട്ടുണ്ട്. സ്ക്യൂവർ ക്ലീനായി വന്നിട്ടില്ലെങ്കിൽ കേക്ക് ഒന്നും കൂടെ മൂടി 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. പിന്നെ ഒരു ഹോൾഡർ ഉപയോഗിച്ച് കേക്ക് ടിൻ പുറത്തെടുത്ത് തണുക്കാനായി മാറ്റി വെക്കണം. കേക്ക് 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം കേക്കിന്റെ പുറത്തുള്ള പേപ്പർ എല്ലാം ഒന്ന് കൈകൊണ്ട് എടുത്തു മാറ്റണം. കേക്ക് റെഡിയായി. ഇനി കേക്കിന്റെ ടോപ്പിങ്ങിനുള്ള ഹണി സിറപ്പ് ഉണ്ടാക്കാം. ഹണി സിറപ്പിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: പഞ്ചസാര, തേൻ, വെള്ളം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹണിയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് പഞ്ചസാരയുടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ഈ ഹണി മിക്സ് നമുക്കൊന്ന് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് മാറ്റി വെക്കണം. ഇനി ഹണി സിറപ്പ് കേക്കിന്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കണം. അതിനായി കേക്കിന്റെ പുറത്ത് നമുക്ക് ഇതുപോലെ കുത്തി ഹോൾ ഉണ്ടാക്കണം. ഒരു സ്ക്യൂവറോ ടൂത്ത് പിക്കോ വെച്ച് നമുക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഈ കേക്കിന്റെ മുകളിലേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഹണി സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഹണി സിറപ്പ് ഒഴിച്ചതിന് ശേഷം 5 മിനിറ്റ് അനക്കാതെ മാറ്റി വെക്കണം. ഈ കേക്കിന് നല്ല ഭംഗി നൽകുന്ന ജാം ഫില്ലിങ്ങിലുള്ള ഇൻഗ്രീഡിയൻസ്: മിക്സഡ് ഫ്രൂട്ട് ജാം അല്ലെങ്കിൽ സ്ട്രോബെറി ജാം, പഞ്ചസാര, ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ജാം ഇട്ട് കൊടുക്കാം. അതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് തേങ്ങാപ്പീര ഒന്ന് ഒരു പാനിലിട്ടിട്ട് ചൂടാക്കി വെള്ളമയം കളഞ്ഞെടുത്താൽ മതി. ഇനി ഈ ജാം മിക്സ് നമുക്കൊന്ന് സ്റ്റൗവിൽ വെക്കാം. സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ ചൂടിൽ മതി. ഇത് നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. ഇതൊന്ന് സ്റ്റൗവിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. ഇനി ജാം മിക്സ് കേക്കിന്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് കേക്കിന്റെ പുറത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ജാം എല്ലായിടത്തും നന്നായിട്ട് പുരട്ടിയതിന് ശേഷം അതിന് മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നന്നായിട്ട് വിതറി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബേക്കറി സ്റ്റൈൽ ഹണി കേക്ക് റെഡി ആയി കഴിഞ്ഞാൽ ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഉപയോഗിക്കാം. കാണാൻ വളരെ ഭംഗിയുള്ളതും വളരെ ടേസ്റ്റിയുമായ ഹണി കേക്ക് നമുക്ക് പ്രഷർ കുക്കറിൽ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.